വിജയലക്ഷ്മിയുടെ ആൺസുഹൃത്ത് ജയചന്ദ്രന്റെ വീട്ടുവളപ്പിൽ കോൺക്രീറ്റ് ഇട്ട് മൂടിയ നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പുറത്തെടുത്ത മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വിജയലക്ഷ്മിക്ക് വന്നൊരു ഫോൺ കോളിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്നാണ് എഫ്ഐആറിലുള്ളത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യുവും കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുളും ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്ക്. മനീഷ്, മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചോ? ബന്ധുക്കളെ അടക്കം സ്ഥലത്തെത്തിച്ച് വിജയലക്ഷ്മിയാണ് ഇതെന്നുള്ള കാര്യം ഉറപ്പാക്കണം എന്നുള്ള നടപടിക്രമമുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? വിജയലക്ഷ്മി നിലവിൽ ഇപ്പോൾ മൃതശരീരം പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട്. അതിന്റെ ഫോറൻസിക് പരിശോധനകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഈ ഫോറൻസിക് പരിശോധന പൂർത്തിയായി കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ ക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഔദ്യോഗികമായി തീർക്കേണ്ട ചില നിയമ നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് പ്രധാനമായിട്ടുള്ള സാധ്യത. അതിനുശേഷം അതിന് മുന്നോടിയായി തന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹം എത്തിച്ചു കഴിയുമ്പോൾ വിജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതദേഹം വിജയലക്ഷ്മിയുടെ ആളോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് ബന്ധുക്കളെ അടക്കം എത്തിക്കേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇതിനോടൊപ്പം തന്നെ പോലീസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയലക്ഷ്മിയുടെ ബന്ധുക്കൾ എത്തിക്കഴിഞ്ഞാൽ ഈ മൃതശരീരം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തും. അതായത് നിലവിൽ മൃതശരീരം പുറത്തെടുക്കുമ്പോൾ മുഖമാകെ വികൃതമായ രീതിയിലാണ് പുറത്തെടുത്തത്. മാത്രമല്ല ശരീരം വിവസ്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖം നോക്കി ഏതെങ്കിലും തരത്തിൽ ഇത് വിജയലക്ഷ്മിയാണോ എന്നുള്ള കാര്യം തിരിച്ചറിയുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയലക്ഷ്മിയുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. കുടുംബത്തിന് തിരിച്ചറിയാൻ കഴിയത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും മുറിവുപാടുകളോ അല്ലെങ്കിൽ പച്ച കുത്തിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത അത്തരത്തിലുള്ള എന്തെങ്കിലും അടയാളങ്ങൾ ഈ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം അടയാളങ്ങളിൽ നിന്ന് വിജയലക്ഷ്മിയെ കുടുംബത്തിന് തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും നോക്കുക. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഫലം പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരുന്നതാണ്. ഇന്ന് മൃതശരീരം അമ്പലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കഴിഞ്ഞാൽ നാളെ ആയിരിക്കും ഇതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുക. എങ്കിൽ മാത്രമാണ് ഏത് തരത്തിലേക്കാണ്, അതായത് ഇതുവരെ ജയചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയായിരുന്നു, അങ്ങനെയെങ്കിൽ അത്തരത്തിൽ തന്നെയാണോ കൊലപാതകം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരിക നാളെ ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇത് ശാസ്ത്രീയമായി ഇത് വിജയലക്ഷ്മി തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ട തെളിവുകളും ഫോറൻസിക് സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അവയും പരിശോധനയ്ക്കായിരിക്കും. അതിനുശേഷമായിരിക്കും ഒരു വ്യക്തത, അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുണ്ടാവുക. അതിന് മുന്നോടിയായി തന്നെ കുടുംബം ഈ മൃതശരീരം തിരിച്ചറിയുക എന്നുള്ളൊരു കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുകയാണ്, അത് തുടരുകയാണ്. മൃതശരീരം വലിയ ആഴത്തിലൊന്നും ആയിരുന്നില്ല ഇവിടെ മറവ് ചെയ്തിരുന്നത്. മാത്രമല്ല ഇതിന് മുകളിൽ ഒരു കോൺക്രീറ്റ് പാളിയും ഉണ്ടായിരുന്നു. മൃതശരീരം ഇട്ടതിന് ശേഷം കോൺക്രീറ്റിന്റെ മുകളിലേക്ക് ഇട്ടതാവാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. മാത്രമല്ല നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ജയചന്ദ്രൻ തന്നെ ചെയ്തു എന്നുള്ളതാണ്. അയാൾ നൽകുന്ന മൊഴിയും അങ്ങനെയാണ്. ഇതുവരെ നൽകിയ മൊഴികളെല്ലാം തന്നെ കൃത്യമായിരുന്നതുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം പോലീസ് പരിഗണിക്കുന്നുണ്ട്. അതായത് ഇവർ തമ്മിൽ ഈ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇപ്പോ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതോ ഇതൊന്നുമില്ലാതെ ഒരു സംശയത്തിന്റെ പേരിലുണ്ടായ പ്രകോപനം അത് കൊലപാതകത്തിലേക്ക് എത്തിച്ചു, ഇങ്ങനെയാണോ പോലീസ് പറയുന്നത്? അതായത് ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരും തമ്മിൽ ഏറെ നാളുകളായിട്ടുള്ള ബന്ധമാണ്. പലപ്പോഴായി ഇയാൾ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കുമ്പോൾ വിലയേറിയ മീനുകൾ പോലും ഈ വിജയലക്ഷ്മിക്ക് സൗജന്യമായി കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല സാമ്പത്തികപരമായും പലപ്പോഴും വിജയലക്ഷ്മിയെ സഹായിക്കാറുമുണ്ട്. പോലീസ് അടക്കം ഇടപെട്ട് ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴും ഇയാൾ ഈ ബന്ധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ നിലവിൽ ജയചന്ദ്രൻ ഈ കൊലപാതകം നടത്തിയെന്ന് പറയുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം കഴിയവേ ഈ വീട്ടിൽ അന്ന് ജയചന്ദ്രന്റെ കുടുംബാംഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്പലപ്പുഴയിൽ ഇവർ എത്തുന്നതും ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയുന്നതും. അങ്ങനെ കഴിയവേ പുലർച്ചെ ഇയാൾക്കൊരു ഈ വിജയലക്ഷ്മിക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു. ഈ ഫോൺ കോൾ മറുവശത്തുണ്ടായിരുന്ന ആളിലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന് ജയചന്ദ്രൻ നൽകിയ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തന്നോട് ബന്ധം തുടരുന്ന അതേസമയം തന്നെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നു എന്നുള്ള സംശയം അയാളുണ്ടായി. ഈ സ്വാഭാവികമായിട്ടും പുലർച്ചെ വന്ന കോളിനെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഈ തർക്കത്തിനൊടുവിൽ പ്രകോപിതനായ ജയചന്ദ്രൻ ഇവരെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് കൊലപ്പെടുത്താൻ തന്നെയാണോ, ഇത് ഒരു ആസൂത്രിതമായ കൊലപാതകമാണോ, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് മാത്രമുണ്ടായ പ്രകോപനത്തിന്റെ പരത്തിൽ നടത്തിയ കൊലപാതകമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാകുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടായ
അതായത് നിലവിൽ പോലീസിന്റെ നിഗമനം അനുസരിച്ച് ഇതൊരു പ്ലാൻഡ് മർഡർ അല്ല, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു കൊലപാതകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമതൊരാളിന്റെ സാന്നിധ്യം പോലീസ് ഇപ്പോൾ കരുതുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? നിലവിൽ അത്തരത്തിലൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മൃതദേഹം മറവ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിനോട് ചുറ്റുപാടുമായി ഏകദേശം 6ന് മുകളിൽ വീടുകളുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി വീടിനോട് ചേർന്ന് വീടുകളുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രത ഏറിയ ഒരു സ്ഥലമാണ്. അവിടെ ഒരല്പം സ്ഥലം, തുറസായ ഒരു സ്ഥലം കിടക്കുന്നു. പക്ഷെ ആ തുറസായ സ്ഥലം എന്ന് പറയുമ്പോൾ പോലും ഏത് വീടിന്റെ ജനൽ ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ പ്രദേശം കാണാൻ കഴിയും. അത്തരത്തിൽ ഒരു തുറസായ സ്ഥലത്ത് ഇയാൾ രാത്രിയിൽ മൃതശരീരം മറവ് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു സംശയം ഇപ്പോഴും പോലീസിന് ഉണ്ട്. പക്ഷേ നിലവിൽ ജയചന്ദ്രന്റെ മൊഴി കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോഴും ഇവിടെ ഈ മൃതശരീരം മറവ് ചെയ്യാൻ ആരുടെയും സഹായം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് സംശയാസ്പദമായ ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ അവസാനത്തോടു കൂടി കുറുവ സംഘത്തിന്റെ ഒരു വലിയ ഭീഷണിയും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആലപ്പുഴ വിവിധ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാത്രി കാലയളവിൽ, അതായത് ഒരു പുലർച്ചെ സമയത്ത് ഇവരെ കൊലപ്പെടുത്തുന്നു, അവരെ മറവ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ പോലീസിന്റെ നിഗമനം ഈ കുറ്റകൃത്യം ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു ബാഹ്യമായ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെങ്കിൽ ഇയാൾ തന്നെത്താനെ ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ കരുതിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പരിശോധന ക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി മനീഷ്, എങ്കിലും ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു പരാതി വരുന്നു. ആ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ്, ആ അന്വേഷണമാണ് ഇത്തരത്തിലൊരു വലിയൊരു കൊലപാതകം അതിന്റെ ചുരുളഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനീഷ് ഐഷ മാത്യുവാണ് വിവരങ്ങൾ നൽകിയത്.